സോ VRRP എന്ന് പറയുന്നതും ഒരു ഗേറ്റ് വേ ഫെയിൽ ഓവർ പ്രോട്ടോകോൾ ആണ്. അപ്പൊ ഇത് HSRP പോലെ തന്നെ സെയിം കൈൻഡ് ഓഫ് പ്രോട്ടോകോൾ തന്നെയാണ്. നമുക്ക് ഇപ്പൊ ഈ ഒരു നെറ്റ്വർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ VLANസിലുള്ള PCകളുടെ എല്ലാം ഡീഫോൾട്ട് ഗേറ്റ് വേ നമ്മൾ സെറ്റപ്പ് ചെയ്തേക്കുന്ന കോർ സ്വിച്ച് 1-ലായിരുന്നു. അപ്പോൾ ഈ കോർ സ്വിച്ച് 1 ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ എടുക്കാൻ, അല്ലെങ്കിൽ ആ കോർ സ്വിച്ചിന്റെ റോൾ എടുക്കാൻ വേറെ സ്വിച്ചുകളൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ എന്ത് കൊടുത്തു, അഡീഷണലി നമ്മളൊരു കോർ സ്വിച്ചും കൂടെ ആഡ് ചെയ്തു ഇവിടെ. എന്നിട്ട് ഈ കോർ സ്വിച്ച് 1-ലുള്ള അതേ സെയിം കണക്ടിവിറ്റീസ് എല്ലാം ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തു. അതേപോലെ തന്നെ ഈ കോർ സ്വിച്ചിന്റെ അതേ സെയിം കോൺഫിഗറേഷൻ ഇവിടെ ആഡ് ചെയ്തു, എക്സെപ്റ്റ് IP അഡ്രസ്സും കാര്യങ്ങളും. എന്നിട്ട് എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നമ്മൾ ഇവിടെ VRRP നമുക്കിനി ഇവിടെ കോൺഫിഗർ ചെയ്യണം. VRRP കോൺഫിഗർ ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ഡീഫോൾട്ട് ഗേറ്റ് വേ, ഈ ഒരു PC 0യും അതായത് VLAN 10ന്റെ ഡീഫോൾട്ട് ഗേറ്റ് വേ അവിടെ ആ ഒരു ടൂൾ ടിപ്പിന്റെ അത് പറയുന്നത് 192.168.10.1 എന്നാണ് പറയുന്നത്. സോ ആ 10.1ഉം 20.1ഉം നമ്മൾ ഇവിടെ രണ്ടിടത്തും കോൺഫിഗർ ചെയ്യുന്നു. എന്നിട്ട് ഇൻ കേസ് കോർ സ്വിച്ച് 1 ഫെയിൽ ആവുകയാണെങ്കിൽ കോർ സ്വിച്ച് 2 ആ ഒരു IP എടുത്തിട്ട് വർക്ക് ചെയ്തു. സോ ഇങ്ങനെയാണ് ഒരു ഗേറ്റ് വേ റിഡൻഡൻസി പ്രോട്ടോകോൾ റൺ ചെയ്യുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഇപ്പം ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ അസ്യൂം ചെയ്യുക ഈ ഒരു PC 0 ഇവിടെ ഉള്ളൊരു സെർവർ ആക്സസ് ചെയ്യാന്ന് വെക്കുക. ആ ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഈ ഒരു കോർ സ്വിച്ച് 1 ഡൗൺ ആയി പോയത്. സോ അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കോർ സ്വിച്ച് 2 അതിന്റെ റോൾ എടുക്കുകയും പിന്നെ ഉള്ള കമ്മ്യൂണിക്കേഷൻ മുഴുവൻ നടക്കുന്ന ഈ കോർ സ്വിച്ച് 2 കൂടെ ആയിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ്ലി കോർ സ്വിച്ച് 2 കൂടെ പാസ് ഓൺ ചെയ്യുകയും അതുവഴി ഈ ഒരു കമ്മ്യൂണിക്കേഷൻ തിരിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. സോ ജനറലി ഫയൽ ട്രാൻസ്ഫർ പോലുള്ള ക്രിട്ടിക്കലായിട്ടുള്ള ഡൗൺ ടൈം, സീറോ ഡൗൺ ടൈം അല്ലെങ്കിൽ ഡൗൺ ടൈം ചെറിയ ഗ്ലിച്ച് പോലും ഇമ്പാക്ട് ചെയ്യുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അതിനെ ഇമ്പാക്റ്റ് ആവും. അതേസമയം ഇപ്പോൾ വെബ് അല്ലെങ്കിൽ ഇമെയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ HTTP വഴി നമ്മൾ ഫയൽ ഡൗൺലോഡ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു മാറ്റം വരുന്നത് കൊണ്ട് അവിടെ പ്രത്യേകിച്ച് ആ ഒരു കണക്ഷൻ റീസെറ്റ് ആവുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരത്തില്ല. സോ മോസ്റ്റ്ലി മിക്കവാറുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും വർക്കാവും. ഇതിനകത്ത് ചെറിയൊരു ഇത് വരും എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഡൗൺ ടൈം ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഫോർ 1 or 2 seconds ഉള്ളൊരു ഡൗൺ ടൈം ഇതിൻ്റെ അകത്ത് വരത്തുള്ളൂ ഈ ഒരു ഫെയിൽ ഓവർ സംഭവിക്കുന്ന കേസിൽ. സോ ഇങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു നെറ്റ്വർക്കിന്റെ കണക്ടിവിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുകയും വർക്ക് ചെയ്യുകയും ചെയ്യാൻ പറ്റും. സോ ഇതാണ് VRRP പ്രോട്ടോക്കോളിന്റെ ഒരു പ്രത്യേകത.